ഓണം സീരീസിൽ നമ്മുടെ ആദ്യത്തെ ഐറ്റം ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. ഞാൻ ഓണത്തിന് ഏത്തപ്പഴം പുളിശ്ശേരി വെക്കാൻ തുടങ്ങിയതിൻ്റെ പിന്നിൽ ഒരു കുഞ്ഞു കഥയുണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ പുനലൂരിലാണ് ജനിച്ചത്. എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഏത്തവാഴ തോട്ടമുണ്ട്. അപ്പോൾ അമ്മ ഏത്തപ്പഴം കൊണ്ട് എല്ലാ ഐറ്റവും ഏത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടം പോലെ പഴമുണ്ടല്ലോ. അങ്ങനെയാണ് ഓണത്തിനും ഏത്തപ്പഴം പുളിശ്ശേരി സദ്യയിൽ അമ്മ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ. പഴമല്ലേ, പെട്ടെന്ന് വേവും കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 ചെറിയ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഒരല്പം തേങ്ങ, 1/4 കപ്പ് തേങ്ങയൊക്കെ മതി. ഇത്രയും നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമുക്ക് ആ പഴത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകി ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കഷ്ണങ്ങളൊന്നും അടയാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആവശ്യം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കട്ടി തൈരാണെങ്കിൽ അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്താൽ മതി. ഒരുപാട് അരയ്ക്കണ്ട, അരച്ചാൽ വെള്ളമായി പോവും. ഒന്ന് പൾസ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രധാനപ്പെട്ട കാര്യം, അടുപ്പ് ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷമേ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം പിരിഞ്ഞു പോകും. അപ്പം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് വറുക്കുമ്പോഴത്തേക്ക് ഒരല്പം ഉലുവായും കൂടി ഇട്ട് ഒന്ന് കടുക് വറുത്തൊഴിച്ചാൽ നല്ല ഏത്തപ്പഴം പുളിശ്ശേരി, സൂപ്പർ ടേസ്റ്റിലുള്ള പുളിശ്ശേരി റെഡിയാണ്. ഈ വർഷം ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പുളിശ്ശേരിയും കൂടെ സദ്യയിൽ ഉൾക്കൊള്ളിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ പുളിശ്ശേരി ഇഷ്ടമായെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഓണം സീരീസിൻ്റെ റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.